ഹായ് ഫ്രണ്ട്സ്, AKS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മനസ്സ് തളരാതിരിക്കുവാനുള്ള 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ജീവിതത്തിൻ്റെ ജീവിത യാത്രയ്ക്കിടയിൽ നമ്മളെല്ലാം മനസ്സുകൾ പലവട്ടം നമുക്ക് തളർന്നിട്ടുണ്ടാകും. അത് തളരാതെ ഇരിക്കുവാനുള്ള 5 പ്രധാന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. അത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ സ്വഭാവ രീതിയാക്കി മാറ്റിയാൽ അല്ലെങ്കിൽ ശീലങ്ങളാക്കി മാറ്റിയാൽ തന്നെ നമ്മുടെ മനസ്സ് ഒരിക്കലും തളരുകയില്ല. അതിൻ്റെ ഫസ്റ്റത്തെ ഒരു പോയിന്റ് പറയുന്നത് നമ്മൾ സ്വയം ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. നമ്മൾ എപ്പോഴും പറയാറുണ്ട് മറ്റുള്ള ആളുകളെ നമ്മൾ ഇൻസൾട്ട് ചെയ്യരുത്. എന്നാൽ മറ്റുള്ള ആളുകളെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുന്ന പോലെ തന്നെ നമ്മളെ സ്വയം ഇൻസൾട്ട് ചെയ്യാതിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒന്നുമില്ല, സാമ്പത്തികമില്ല, ഭംഗിയില്ല, ഞാൻ നീളം കൂടുതലാണ്, ചെറിയ തടി കൂടുതലാണ്, അങ്ങനത്തെ നമ്മളെ ആത്മാവിനെ സ്വയം ഇൻസൾട്ട് ചെയ്യുന്ന ഒരു വാക്കും നമ്മൾ പറയാതിരിക്കുക. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരിക്കലും സ്വയം നമ്മളെ കുറ്റപ്പെടുത്തരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷ വെക്കുന്നത് അത് നമ്മളിൽ സ്വയം ഒതുക്കണം. നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ വെക്കുന്നത് നല്ലതാണ്, പക്ഷെ അത് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് വരട്ടെ എന്നുള്ള പ്രതീക്ഷകളുണ്ടല്ല, അത് നമ്മൾ തീരെ ചെയ്യരുത്. ചെയ്യാം, കുറച്ചൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പം നമ്മുടെ മക്കളുണ്ടാവും, ചില ഭാര്യമാർ, ഭർത്താക്കന്മാർ എന്നൊക്കെ നമ്മൾ പലരും പല പ്രതീക്ഷകളുണ്ടാവും. പക്ഷെ ആ പ്രതീക്ഷയൊക്കെ ഒരു പരിധി വെക്കണം. ചിലപ്പോൾ നമ്മളിപ്പോൾ മക്കള് വലുതായിട്ട് നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ അവർ നമ്മളെ സഹായിക്കണം, അവർക്ക് സാമ്പത്തികം തരണം, അല്ലെങ്കിൽ അവർ നമ്മളെ നോക്കണം എന്നുള്ള വലിയ വലിയ പ്രതീക്ഷകളൊന്നും നമ്മൾ വെക്കണ്ട. നമ്മൾ പ്രതീക്ഷകളൊക്കെ നമ്മളിൽ തന്നെ ഒതുക്കുക. നമ്മളുടെ കഴിവുകൾ നമ്മളെ എന്തെല്ലാം കഴിവുണ്ട് അതിലൊക്കെ നമ്മൾ നല്ല പ്രതീക്ഷ വെക്കുക. നമ്മൾ എത്രത്തോളം നമ്മൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ പറ്റി നമ്മളെപ്പോഴും ചിന്തിക്കുക. മറ്റുള്ളവരെയുള്ള പ്രതീക്ഷകളെ നമ്മൾ വളരെ പരമാവധി കുറച്ചിട്ട് നമ്മളിൽ തന്നെ നമ്മളെ ആത്മാവിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് പല സംഭവങ്ങൾ നടക്കും. അത് നെഗറ്റീവ് നടക്കും, പോസിറ്റീവ് നടക്കും. നമ്മൾ ലോകത്ത് പല പല നെഗറ്റീവ് കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകാതിരിക്കുക. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ വേവലാതിപ്പെടുകയോ ബേജാറാവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചിലർക്ക് നടക്കുവാനുള്ള സംഭവം നടന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചിട്ട് നമ്മളെ ഹൃദയത്തെ നമ്മൾ വേദനിപ്പിക്കേണ്ട. പോസിറ്റീവ് കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് നമ്മൾ സന്തോഷിക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ പല പ്രകൃതി ദുരന്തങ്ങൾ നടക്കാം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നടക്കാം, നമ്മൾ വിചാരിക്കാതെ അപ്രത്യക്ഷമായിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കാം. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ദുഃഖിക്കരുത്. അതൊക്കെ നടന്നു പോകാനുള്ള സംഭവങ്ങളായിട്ട് അതിനോട് ഒഴിവാക്കി കൊടുക്കുക. കൂടുതൽ ഭയം എന്ന് പറഞ്ഞ സംഭവം ചിന്തിച്ച് കൂടുതൽ ഭയം മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക, വിട്ടുകളയുക. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുക. പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മതത്തിലും പറയുന്ന സംഭവമാണ് ധ്യാനം. അത് എല്ലാ മതത്തിലും ഉള്ളതാണ്. പല മതത്തിലും പല രൂപത്തിൽ ചെയ്യുന്നു എന്ന് മാത്രം. നമ്മൾ ഇംഗ്ലീഷിൽ പറയും മെഡിറ്റേഷൻ എന്ന് പറയും. ഈ മെഡിറ്റേഷൻ നമ്മൾ നിർബന്ധമാക്കണം ജീവിതത്തിൽ. നമ്മളൊരു 10 മിനിറ്റോ, രാവിലെ 10 മിനിറ്റ്, വൈകിട്ട് ഒരു 10 മിനിറ്റ്, രാത്രി കിടക്കുന്ന നേരം കുറച്ച് നേരം ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുക. നമ്മുടെ മനസ്സിന് ഏറ്റവും നല്ല ഒരു സുഖം കിട്ടുന്ന സംഭവമാണ് മെഡിറ്റേഷൻ ചെയ്യുക. അത് അവനവൻ്റെ എല്ലാവരും പ്രാർത്ഥന ചെയ്യുമ്പോൾ തന്നെ ചെയ്താൽ മതി. അതിനായിട്ട് പ്രത്യേകിച്ച് ഒരു സമയം നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. മനസ്സിന് ഏറ്റവും നല്ല ആനന്ദകരമായ സംഭവം കിട്ടുന്ന സംഭവമാണ് മെഡിറ്റേഷൻ. അതിനെപ്പറ്റി കൂടുതൽ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് അടിച്ചാൽ കിട്ടും മെഡിറ്റേഷനെ പറ്റിയിട്ട്. അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യും. അടുത്ത ഒരു പ്രശ്നമാണ് ഭയം എല്ലാവരും മനുഷ്യരുള്ള സംഭവമാണല്ലോ. പക്ഷെ ഈ ഭയം നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന നേരം മാത്രമേ നമുക്ക് ഭയം പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പല കാര്യങ്ങളും ഓർത്തിട്ട് നമ്മൾ ഭയപ്പെട്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഭയത്തിനൊക്കെ നമ്മൾ ഒഴിവാക്കി വെക്കണം. വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഭയക്കണം. അതിന് നമ്മുടെ ഇവിടുത്തെ ഭയത്തെ പുറത്തേക്ക് എടുക്കണം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെയും ഭയക്കണ്ട. നമുക്ക് മനസ്സിൽ നല്ലതെന്ന് തോന്നുന്ന ഒരു സംഭവം അത് നിങ്ങൾ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. ധൈര്യത്തിൽ ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൾഡ് കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ഭയപ്പെട്ടിരിക്കരുത്. അതൊക്കെ നമ്മുടെ മനസ്സിനെ തളർത്തും. നമ്മുടെ മനസ്സിന് ഒരിക്കലും ഇതിൽ നിന്ന് മോചിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ നമുക്ക് ഒരു 90% നമുക്ക് പോസിറ്റീവായിട്ട് എപ്പോഴും സന്തോഷമായിട്ട് നമുക്ക് ഇരിക്കുവാൻ പറ്റും. മനസ്സിനെ നമ്മൾ പുറത്തുനിന്ന് ആരെയും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തളരുകയില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാം എന്ന് പ്രത്യേകം പറയുന്നു. അപ്പോൾ എന്നാൽ ശരി, എല്ലാവർക്കും നല്ലൊരു മനസ്സമാധാനമുള്ള ജീവിതം ഉണ്ടാകട്ടെ, മനസ്സിന് എപ്പോഴും സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. ഓക്കെ.